ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. എൻ്റെ പേര് രേവതി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറിയായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുട്ടക്കറിയാണത്. ചപ്പാത്തിക്കും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അപ്പം മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മുട്ട മുറിച്ച് വെച്ചത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ്സ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കറി കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനെടുത്ത് മാറ്റാം. ഇനി ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളി വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ എണ്ണ തെളിയും വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറണം. അതുവരെ ഇത് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഇത് തിളച്ച് ഈ ചാറ് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു മീഡിയം തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കാക്കണമെങ്കിൽ തിക്കാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ മുട്ടയിലൊക്കെ നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ പിടിക്കണം. മുട്ടയുടെ മുകളിലേക്കൊക്കെ നന്നായിട്ട് ഗ്രേവി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു മുട്ടക്കറിയാണിത്. നമ്മുടെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊരിയുടെ ഒക്കെ കൂടെ നന്നായിട്ട് ഇത് കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.